ബ്രസ്റ്റിലായതുകൊണ്ട് എനിക്ക് ഇപ്പം വയറ് തൊട്ട് അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഒരു ഭാഗം വരെ റേഡിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ റേഡിയേഷൻ നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ നമ്മളെ പൊള്ളിക്കുന്ന ഒരു സംഭവം ഒക്കെ ആണെന്നുള്ള മിഥ്യാധാരണകൾ ഉണ്ട്. പക്ഷെ ശക്തിയുള്ള കിരണങ്ങളാണ്. എക്സ്റേ എടുക്കുന്ന അതേ ഒരു മെത്തേഡേ ഉള്ളൂ. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് റേഡിയേഷൻ വേണ്ടത്, അതായത് നമുക്ക് രോഗം ഉള്ള സ്ഥലത്ത് അവർ കൂടുതലായിട്ട് ശക്തമായ കിരണങ്ങൾ തന്നെ അടുപ്പിക്കും. പിന്നെ അതിനോടനുബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളിൽ തന്നെ കുറച്ച് മാർക്കൊക്കെ ചെയ്യും. അപ്പോൾ അവിടെയും അതിൻ്റെതായ കുറച്ചും കൂടി സ്ട്രോങ് കുറഞ്ഞ കിരണങ്ങളൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെയാണ് റേഡിയേഷൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അവിടെ നമുക്ക് വേദനയൊന്നും ഇല്ലെങ്കിലും പിന്നെ എന്താ പറയുക, കുളിക്കുമ്പോൾ നമ്മൾ ശരിക്കും എണ്ണ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കരുത്. നഖമൊക്കെ നല്ല വെട്ടി നല്ല ക്ലീൻ ആക്കി വെക്കണം. കാരണം നമ്മൾ നഖം കൊണ്ട് രാത്രി ഒന്നും അന്തോ ചൊറിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടുത്തെ തൊലിയൊക്കെ ഇളകി പോകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അത് ശരിക്കും നമ്മൾ നമുക്ക് റേഡിയേഷൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരാം. ചെറുതായിട്ട് ത്രോട്ട് പെയിൻ ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഈ നെക്കിൻ്റെ ഭാഗം ഒക്കെ റേഡിയേഷൻ ചെയ്യുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഓരോരുത്തരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കാണുന്ന ഒരു ടൈമിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്കൊന്നും വിഷമങ്ങളൊന്നും അല്ല ഇതെന്ന് ചിന്തിക്കുന്നത്. പിന്നെ അല്ല ഈ രോഗത്തെയും തന്നെയല്ല ഏത് രോഗത്തെയും പിന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മാനസികമായി ഒത്തിരി ശക്തിയുള്ളവരായിട്ടിരിക്കണം. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് അതൊക്കെ നമുക്ക് അനുഭവം ഗുരുവാണെന്നുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം എനിക്ക് തന്നെയാണ് ഒരു ചെറിയൊരു ടെൻഷൻ വരുന്ന ഒരു ടൈമിൽ വരെ എനിക്ക് BP ഹൈ ആകും, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നല്ല ശാന്തമായിട്ട് നമ്മൾ പ്രാർത്ഥനയിലൂടെയും സന്തോഷത്തിലൂടെയും എന്താ പറയുക, എല്ലാവരോടും ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ഹാപ്പി ആയിട്ട് തന്നെ പിന്നെ നല്ലോണം കടന്നു പോകണം.